സിനിമ ആരുടെയും കുത്തകയല്ല. ഓരോ വെള്ളിയാഴ്ചയും ഓരോ ചലച്ചിത്ര പ്രവർത്തകന്റെയും ഭാവി നിർണ്ണയിക്കുന്നു എന്ന ആപ്തവാക്യം ഏതൊരു സിനിമാ മോഹിക്കും പ്രചോദനം പകരുന്നു. അതുതന്നെയായിരുന്നു പ്രദീപ് രംഗനാഥൻ എന്ന ചെറുപ്പക്കാരന്റെയും ഊർജം. ഈ ന്യൂ ജനറേഷൻ കാലത്ത് തമിഴ് സിനിമയിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാം, അത് പ്രദീപ് രംഗനാഥനാണെന്ന്. കാരണം എഴുത്തിലും സംവിധാനത്തിലും അഭിനയത്തിലും ഒരേ സമയത്ത് നിൽക്കുന്ന മറ്റൊരു നടൻ ഇപ്പോഴില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു കഴിവ് തന്നെയാണ് 31കാരനായ ഈ നടനിൽ നമുക്ക് കാണാനാവുക. എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴും മനസ്സിൽ അയാൾക്ക് സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സിനിമയുടെ ഇരുമ്പ് കോട്ട ഭേദിച്ച് അകത്ത് കടക്കാൻ തക്ക ബന്ധങ്ങൾ അയാൾക്കുണ്ടായിരുന്നില്ല. അവിടെയാണ് പ്രദീപ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. അയാൾ സുഹൃത്തുക്കളുമായി ചേർന്ന് ചില ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. വാട്സപ്പ് കാതൽ, കോളേജ് ഡയറീസ്, അപ്പ ലോക്ക്, അങ്ങനെ പ്രദീപിന്റെ ഷോർട്ട് ഫിലിംസുകൾ എല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. തിരക്കഥ, അഭിനയം, എഡിറ്റിംഗ്, നിർമ്മാണം, സംവിധാനം, അങ്ങനെ എല്ലാറ്റിന്റെയും ബാലപാഠങ്ങൾ അതിലൂടെ അയാൾ പഠിച്ചെടുത്തു. മൾട്ടി ടാസ്കിംഗ് തനിക്ക് വഴങ്ങുമെന്ന് ബോധ്യം വന്നതോടുകൂടി അയാളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ആദ്യത്തെ ഫീച്ചർ ഫിലിം എന്ന സ്വപ്നത്തിന് തടസ്സം നിന്നത് താൻ തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പടത്തിൽ തനിക്ക് തന്നെ നായകനാകണമെന്ന അയാളുടെ വാശിയായിരുന്നു. അത് നടക്കില്ലെന്നറിഞ്ഞപ്പോൾ ജയൻ രവി കണ്ട് കഥ പറഞ്ഞു. അങ്ങനെ കോമാളി എന്ന ആദ്യ ചിത്രം സ്ക്രീനിലെത്തി. ഒരു സംവിധായകന്റെ കയ്യൊപ്പ് നിറഞ്ഞ സിനിമയായിരുന്നു കോമാളി. അഭിനയം തലക്കി പിടിച്ച പ്രദീപ് ക്ലൈമാക്സ് സീനിൽ അതിഥിവേഷത്തിലും അഭിനയിച്ചു. പിന്നീട് അപ്പ ലോക്ക് സിനിമയാക്കിയപ്പോൾ ആര് അഭിനയിച്ചു എന്നല്ല, എങ്ങനെ അഭിനയിച്ചു എന്നതും സിനിമ എന്തു പറയുന്നു എന്നതുമാണ് തമിഴ് പ്രേക്ഷകർ നോക്കിയത്. അങ്ങനെ പുതുമയുള്ള പ്രമേയവും ആദ്യന്തം രസകരമായി കണ്ടിരിക്കാവുന്ന വിധം അണിയിച്ചൊരുക്കിയ ഈ സിനിമ പ്രേക്ഷകർ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചു. ഒരു നായകന് വേണ്ട ലുക്കൊന്നും പ്രദീപിനുണ്ടായിരുന്നില്ല. ധനുഷിന്റെ നേരിയൊരു രൂപസാദൃശ്യം മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. അതുതന്നെയായിരുന്നു അയാളുടെ കൈമുതലും. അഭിനയത്തിലും യാതൊരുവിധ ഗിമ്മിക്കുകളും സൃഷ്ടിക്കാതെ നമ്മളിൽ ഒരാളായി അയാൾ അഭിനയിച്ചു. അങ്ങനെ അയാൾ കഥയും കഥാപാത്രവുമായി പെട്ടെന്നിണങ്ങി പ്രേക്ഷകരുമായി കണക്റ്റഡായി. വമ്പന്മാരുടെ ചിത്രങ്ങൾ പോലും പൊട്ടിപ്പാളിസാകുന്ന ഈ കാലത്ത് പ്രദീപിന്റെ ഡ്രാഗൺ എന്ന സിനിമ അടിച്ചു കയറി വിജയക്കൊടി പാറിച്ചു. ഇന്ന് പ്രദീപ് എന്ന ഈ ചെറുപ്പക്കാരന്റെ ശമ്പളം കോടികളാണ്. സിനിമയെ പ്രണയിക്കുന്ന ഓരോ ചെറുപ്പക്കാരനും പ്രദീപ് ഒരു ഉത്തമ മാതൃക തന്നെയാണ്. ഇപ്പോഴുള്ള ഓരോ വെള്ളിയാഴ്ചയും പ്രദീപ് രംഗനാഥൻ എന്ന ഈ ചെറുപ്പക്കാരന്റെ തന്നെയാണെന്ന് അയാൾ അടിവരയിടുന്നു.